Dear students, today we are going to discuss about two important counting techniques in probability. They are permutations and combinations. At first, let us see what is permutation. Permutation refers to arrangement of different objects in a group. For example, three objects A, B and C can be arranged in different ways. They are ABC, three items can be arranged in the form ABC or ACB or BAC or BCA or CAB or CBA എന്നിങ്ങനെ 6 വ്യത്യസ്ത രീതിയിൽ ഈ 3 ഒബ്ജക്ട്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെൻറ്റിനെയാണ് പെർമുട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർമുട്ടേഷൻ മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള വ്യത്യസ്ത ഐറ്റങ്ങളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുക. അറേഞ്ച്മെൻറ്റിനെ പെർമുട്ടേഷൻ എന്ന് പറയുന്നു. നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ ABC എന്നീ ഒബ്ജക്ട്സിനെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള 6 വ്യത്യസ്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഈ 6 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് അറേഞ്ച്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. എല്ലാ പോസിബിളായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ 1, 2, 3, 4, 5, 6 അറേഞ്ച്മെൻറ്റ്സ് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ 3 ഐറ്റത്തിൽ 3 മുഴുവൻ ഐറ്റംസും എടുത്തിട്ടാണ് അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 6 അറേഞ്ച്മെൻറ്റാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 6 അറേഞ്ച്മെൻറ്റ് എല്ലായ്പ്പോഴും ഇങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പെർമുട്ടേഷൻ എന്ന് പറയുന്നത്. അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു കൗണ്ടിങ് ടെക്നിക്കാണ് പെർമുട്ടേഷൻ. ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ദി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫോർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം അറേഞ്ച്മെൻറ്റ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഇവിടെ ഈ ഗ്രൂപ്പിൽ നേരത്തെ 3 ഒബ്ജക്ട്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 3 എന്നുള്ള ആ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എത്രയാണ് ഗ്രൂപ്പിലുള്ളത് എന്നുള്ളതിനെയും, അതുപോലെ ആൻഡ് ദി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫോർ അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെൻറ്റിന് ഒരു സമയത്ത് നമ്മൾ എത്ര ഐറ്റംസ് എടുക്കുന്നു. ഇവിടെ മുകളിലുള്ള എക്സാമ്പിൾ 3 ഐറ്റംസാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അറേഞ്ച്മെൻറ്റിന് വേണ്ടി 3 ഐറ്റംസും എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്, അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സമയം അവയിൽ എത്ര എണ്ണത്തെയാണ് നമ്മൾ എടുക്കുന്നത് എന്നീ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് മാറ്റം വരും. നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഈ 2 ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 3 ഐറ്റംസ് ABC 3 ഐറ്റത്തെ ഈ 6 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആ 3 ഐറ്റങ്ങളെയും ഒരേ സമയം ഞാൻ എടുത്തപ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 6 അറേഞ്ച്മെൻറ്റാണുള്ളത് എന്ന് എപ്പോഴും എഴുതി നോക്കി കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പെർമുട്ടേഷൻ. ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓർ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. എന്താണ് ആ ഫോർമുല? NPR ഈസ് ഈക്വൽ ടു, വായിക്കേണ്ടത് NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇപ്പോൾ ഫോർമുല എന്താ? NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. എന്താ ഈ NPR എന്ന് പറഞ്ഞാൽ? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് എന്നാണ്. പെർമുട്ടേഷൻ്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദി ഗ്രൂപ്പ് എന്ന, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദി ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞ ABC 3 ഒബ്ജക്ട്സ് ആണ്, അതാണ് N. P അറേഞ്ച്മെൻറ്റ് എന്നാണ്, പെർമുട്ടേഷൻ എന്നാണ്. R എന്ന് പറഞ്ഞാൽ ഈ മൊത്തമുള്ള ഒബ്ജക്ട്സിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സമയം എത്ര ഐറ്റത്തെ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫോർ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് R.
മുകളിലുള്ള എക്സാമ്പിൾ 3 ഐറ്റങ്ങളിൽ 3 ഐറ്റവും ഒരു സമയം അറേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, p പെർമുട്ടേഷൻ, r നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫോർ അറേഞ്ച്മെൻറ്റ്. ഈ ഒരു സിമ്പിൾ കണ്ടോ, ഇതിനെ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നാണ് പറയുക. ഫാക്ടോറിയൽ എന്നാണ് ഈ സൈൻ കാണുന്ന സമയത്ത് നമ്മൾ വായിക്കേണ്ടത്. അങ്ങനെയാണ് ഫാക്ടോറിയൽ. അപ്പോൾ NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, എന്താ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയുടെ കൂടെ ഫാക്ടോറിയൽ എന്ന നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ n ഫാക്ടോറിയൽ എന്ന് കണ്ടു, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. ഈ എക്സാമ്പിളിൽ 3 ആണല്ലോ, 3 ഒബ്ജക്ട്സ് ആണുള്ളത്, 3 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ 3 മുതൽ താഴോട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റാണ്. അതായത് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 എന്നർത്ഥം. ഓക്കെ, 5 ഫാക്ടോറിയൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 × 4 × 3 × 2 × 1 എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 × 9 × 8 × 7 × അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 1 വരെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ? യെസ്. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. if all the total number of objects are taken at a time for arrangement, ഞാൻ നേരത്തെ നമ്മൾ ആ എക്സാമ്പിളിൽ ABC എന്ന് പറയുന്നതിൽ ആ മുഴുവൻ ഐറ്റംസും അറേഞ്ച്മെൻറ്റിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫോർമുല NPR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നായിരുന്നു. അപ്പോൾ NPR എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഐറ്റത്തിൽ ആ മുഴുവൻ സംഖ്യയും മുഴുവൻ ഒബ്ജക്ട്സും അറേഞ്ച്മെൻറ്റിനായി ഒരേ സമയം എടുക്കുകയാണെങ്കിൽ NPR എന്ന് പറയുന്നത് NPN ആവും. ആറും എന്നും സെയിം ആവും, NPN ആവും. ഇപ്പോൾ NPR കാണാനുള്ള ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് എന്ത് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് n ഫാക്ടോറിയൽ എന്ന് വരും. എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഫാക്ടോറിയലിൻ്റെ ആ നിയമത്തിൽ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ 0 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 എന്ന് വരും, ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, അപ്പോൾ NPR എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും NPN തന്നെ, എന്നും ആറും സെയിം ആകുമ്പോൾ NPN എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ ഫോർമുല നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? n ഫാക്ടോറിയൽ എന്ന് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന n ഫാക്ടോറിയലാണ്. അപ്പോൾ n ഫാക്ടോറിയലിൻ്റെ ജനറൽ ഫോർമുല, NPRൻ്റെ ആ ജനറൽ ഫോർമുല n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നാണ്. അവിടെ എന്നും ആറും ഈക്വൽ ആകുന്ന സമയത്ത് NPR എന്ന് പറയുന്ന NPN ആയിരിക്കും, എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയലിന് തുല്യമായിരിക്കും. ക്ലിയർ? ഇനി ഈ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, ഇൻ ഹൗ മെനി വേസ് can 3 people be seated on a bench if only 2 seats are available? ഓക്കെ, അപ്പോൾ 3 ആൾക്കാരുണ്ട്, 3 ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 സീറ്റ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ 3 ആൾക്കാരെ എങ്ങനെയൊക്കെ ഇരുത്താം? 2 സീറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോർമുല എന്താ? NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇവിടെ n ഈസ് ഈക്വൽ ടു 3. ആ 3ൽ ഒരേ സമയം നമുക്ക് 2 പേരെ ഇരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ r എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ NPR എന്ന് പറഞ്ഞാൽ 3p2 എന്ന് വരും. 3p2 ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. മീൻസ് 3 × 2 × 1 6 വേസ്. അപ്പോൾ 6 വ്യത്യസ്ത രീതിയിൽ അവരെ ഇരുത്താൻ സാധിക്കും 2 സീറ്റുകളിലായിട്ട്. ഓക്കെ, അതേതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എഴുതി നോക്കിയാലും മനസ്സിലാകും. നോക്കൂ, എയും ബിയും 2 സീറ്റുകളിലായിട്ട് ഇരുത്തുന്ന AB എന്നിങ്ങനെ ഇരുത്താം. എയും സിയും ആയിട്ട് ഇരുത്താം. മറ്റൊരു അറേഞ്ച്മെൻറ്റ് ബിയും എയും ആയിട്ട് ഇരുത്താം, ബിയും സിയും ആയിട്ട് ഇരുത്താം, സിയും എയും, അതുപോലെ സിയും ബിയും. ഇങ്ങനെ 6 വ്യത്യസ്ത അറേഞ്ച്മെൻ്റാണ് സാധിക്കുക. ഇതുപോലെ നിങ്ങൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തല്ലോ, ABC എന്നീ 3 ആൾക്കാർ, അത് 3ഉം ഒരുമിച്ചെടുക്കുന്ന സമയത്ത് 6 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ?
അപ്പോൾ എൻ പി ആർ ഈസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന ഫോർമുല. ആ ഫോർമുലയിൽ ഒന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ 3p3 എന്നാണ് വരിക, ശരിയല്ലേ? 3p3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 ഫാക്ടോറിയൽ. 3 മൈനസ് 3 ഫാക്ടോറിയൽ 0 വരും. ഇപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് മാത്രം വരും. 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 ആണ്. 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതും 6 തന്നെയായിരുന്നു. ക്ലിയർ? അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ആ എക്സാമ്പിളിൽ മനസ്സിലാക്കിയ ABC എന്നീ 3 ഒബ്ജക്ട്സ് 6 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് എഴുതി നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫോർമുല ഈ പെർമുട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ആ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 8 persons ബി സീറ്റഡ് ഓൺ എ ബെഞ്ച് ഇഫ് ഓൺലി 3 സീറ്റ്സ് ആർ അവൈലബിൾ? ഒരു ബെഞ്ചിൽ 3 പേരൊക്കെ ഇരിക്കാൻ പറ്റുകയുള്ളൂ. 8 ആൾക്കാരുണ്ട്. എങ്ങനെയൊക്കെ ഈ 8 ആൾക്കാരെ 3 സീറ്റുകളിൽ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ 8p3 എന്നാണ് വരിക. 8p3 is equal to 8 factorial divided by 8 minus 3 factorial. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 മൈനസ് 3 5 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ഈ 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 1 ആണ്. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ ഇതിൽ 8 മുതൽ താഴോട്ട് തുടങ്ങുമ്പോൾ 5 മുതൽ 1 വരെയുള്ളത് താഴെയുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി എന്ത് ഉണ്ടാവും? 8 ഇൻറ്റു 7 ഇൻറ്റു 6 വരും. ബാക്കി 5 മുതലുള്ളത് താഴെയുള്ളത് ഡിനോമിനേറ്ററുമായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഈക്വൽ ടു 336 വേസ്. അപ്പോൾ 336 വ്യത്യസ്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതൊന്നും എഴുതി നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുപയോഗിക്കുന്ന കൗണ്ടിങ് ടെക്നിക്കാണ് ഈ പെർമുട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഫാക്ടറി മാനേജർ പർച്ചേസ്ഡ് 3 machines ABC. How many number of times he can arrange the 3 machines? നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളാണിത്. ഇതുപോലെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. ഒരു ഫാക്ടറി മാനേജർ 3 മെഷീൻസ് വാങ്ങിക്കുകയാണ് ABC. അത് ഫാക്ടറിക്കകത്ത് അറേഞ്ച് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ വ്യത്യസ്തമായി അറേഞ്ച് ചെയ്യാം? നമുക്കറിയാം 6 വ്യത്യസ്ത രീതിയിലായിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നു? ABC, ACB, BCA, BAC, CBA, CAB. ഈ 6 വ്യത്യസ്ത രീതിയിലായിരുന്നു. അത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല. R ഇവിടെ 3 തന്നെയാണ്. NPR എന്ന് പറഞ്ഞാൽ NPN ആണ്, N ഫാക്ടോറിയൽ ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും 6 വേസ് ആണെന്ന് കിട്ടും. ഓക്കെ, 3 ഫാക്ടോറിയൽ, 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 ഫാക്ടോറിയൽ 6. ഓക്കെ, 6 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, then find the number of ways 6 books in a library can be arranged. ഒരു ലൈബ്രറിയിൽ 6 ബുക്സ് എങ്ങനെയാണ് വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം? അപ്പോൾ 6 ബുക്കുകൾ നിങ്ങൾ സങ്കല്പിക്കൂ. 6 ബുക്കുകൾ ABCDEF എന്നീ 6 ബുക്കുകളാണെന്ന് വിചാരിക്കുക. 6 ബുക്കുകളുടെ പേരാണ്. ഈ 6 ബുക്കുകൾ വ്യത്യസ്ത രീതിയിൽ ഷെൽഫിനകത്ത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? ഈ 6 ബുക്കുകളും ഒരേ സമയം എത്ര ബുക്ക് എടുക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ അത് 6 ബുക്കുകൾ, മൊത്തം ഉള്ള 6 ബുക്കുകൾ എത്ര വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഷെൽഫിനകത്ത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും? നോക്കൂ, NPR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N മൈനസ് R ഫാക്ടോറിയൽ. ഇവിടെ Nഉം Rഉം 6 തന്നെയാണ്. അതുകൊണ്ട് NPR ഈസ് ഈക്വൽ ടു NPN എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് N ഫാക്ടോറിയൽ ആണ് എന്ന് കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 720 വേസിൽ. ഓക്കെ, വളരെ അത്ഭുതം തോന്നുന്നില്ല. 6 ബുക്കുകൾ 720 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് ഇവിടെ മറ്റൊരു രീതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. Nഉം R ഈക്വൽ ആയതുകൊണ്ട് NPR ഈക്വൽ ടു NPN ഈക്വൽ ടു N ഫാക്ടോറിയൽ. അല്ലെങ്കിൽ ഇവിടെ N ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ N മൈനസ് R എന്ന് പറഞ്ഞാൽ Nഉം Rഉം സെയിം ആയതുകൊണ്ട് 6 മൈനസ് 6. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 720 വേസിൽ നമുക്ക് 720 മാർഗത്തിലൂടെ വ്യത്യസ്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? പെർമുട്ടേഷൻ ക്ലിയർ ആയി വരുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കൂ. ഇൻഡിക്കേറ്റ് ഹൗ മെനി വേസ് 5 letter word can be formed from letters in the word equations.
ഇക്വേഷൻസ് എന്ന വേർഡിൽ ഉപയോഗിച്ചുകൊണ്ട് എത്ര 5 ലെറ്റർ വേർഡ് നമുക്ക് ഫോം ചെയ്യാം എന്നാണ് ചോദ്യം. ഇക്വേഷനിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ഉണ്ട്. 9 ലെറ്റേഴ്സും വ്യത്യസ്ത ലെറ്റേഴ്സാണ്. ഈ 9 ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര 5 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ലെറ്റേഴ്സിനെ ഒരു സമയം 5 എണ്ണം എടുത്ത് എത്ര വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം 5 ലെറ്റേഴ്സ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ NPR മീൻസ് 9P5. ഓക്കെ, ഈസ് ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 × 1 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 × 3 × 2 × 1. അപ്പോൾ 4 × 3 × 2 × 1 ഇവിടം വരെ ക്യാൻസൽ ചെയ്തു പോയി. പിന്നെ എന്ത് ചെയ്യണം? 9 × 8 × 7 × 6 × 5. അപ്പോൾ 15,120 വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും, വ്യത്യസ്ത വാക്കുകൾ. ക്ലിയർ? ഇക്വേഷൻ എന്ന വാക്കിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് ആ ലെറ്റേഴ്സിൽ 5 എണ്ണം ഒരു സമയം ഉപയോഗിച്ച് 15,120 വാക്കുകൾ നമുക്ക് ഫോം ചെയ്യാം. അത് എഴുതി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 15,120 ആണെന്ന് ഈ പെർമ്യൂട്ടേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതാണ് പെർമ്യൂട്ടേഷൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ, ഇനി നോക്കൂ മറ്റൊരു കാര്യം. കമ്പ്യൂട്ടേഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ വെൻ ഒബ്ജക്ട്സ് ആർ അലൈക്ക്. ചിലപ്പോൾ ഗ്രൂപ്പിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതുവരെ ഉപയോഗിച്ച പെർമ്യൂട്ടേഷൻ, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. സപ്പോസ് ദർ ആർ 3 ഒബ്ജക്ട്സ്. ആ ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? A, B, B. ഇപ്പോൾ A, B, B എന്നീ 3 ഒബ്ജക്ട്സ് ആണുള്ളത്. ഇതിൽ ബിയും ബിയും സെയിം അല്ലേ? സിമിലർ ഒബ്ജക്ട്സ് ആണ്, സെയിം ഒബ്ജക്ട്സ് ആണ്, എലൈക്ക് ഒബ്ജക്ട്സ്, ഒരേപോലെയുള്ള ഐറ്റംസാണ്. ഓക്കെ, ഇപ്പോൾ ഈ 3 വ്യത്യസ്ത ഐറ്റംസ് അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ABB വേറെ ഒരു അറേഞ്ച്മെൻറ്റ്, ABB, ഇത് രണ്ടും വ്യത്യസ്ത അറേഞ്ച്മെൻ്റ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇവിടെ ഇത് അറേഞ്ച് ചെയ്ത ആൾ പറയുകയാണ് ഒരു അറേഞ്ച്മെൻറ്റ് ABB ആണ്, മറ്റൊരു അറേഞ്ച്മെൻ്റാണ് ഇത് വേറെ ഒരു അറേഞ്ച്മെൻ്റാണ്. കാരണം ഇവിടെയുള്ള ബി ഇതാ 3-ാം സ്ഥാനത്തേക്കും ഇവിടെ 3-ാം സ്ഥാനത്തുള്ള ബി 2-ാം സ്ഥാനത്തേക്കും വന്നിട്ടാണ് ഈ അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇവിടെ ഇതുപോലെ തന്നെയാണ് A അറേഞ്ച്മെൻറ്റും വന്നിട്ടുള്ളത്. നമുക്ക് പറയാം ഇതാ ഈ ബി 2ാമതിരിക്കുന്ന ബി അല്ല ഇവിടെ ഉള്ളത്, അതിവിടെയാണ്. ഇവിടെ 3-ാം സ്ഥാനത്തിരിക്കുന്ന ബി ആണ് ഇവിടെ 2-ാം സ്ഥാനത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇത് രണ്ടും 2 അറേഞ്ച്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ എലൈക്ക് ഒബ്ജക്ട്സ്, ഒരേ ഐറ്റംസ് വരുന്ന സമയത്ത്, ഒരു ഗ്രൂപ്പിൽ ഒരേ ഐറ്റംസ് വരുന്ന സമയത്ത് നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ABB എന്ന് പറഞ്ഞാൽ ABB ഇത് രണ്ടും 2 അറേഞ്ച്മെൻ്റ് ആയിട്ടില്ല, ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ, കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫോർമുലയിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, NPR ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു N2 ഫാക്ടോറിയൽ ഇൻറ്റു N3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര ഇൻറ്റു NN ഫാക്ടോറിയൽ എന്നതാണ് ഫോർമുല. എന്താണ് ഇവിടെ N എന്ന് പറഞ്ഞാൽ? ഇവിടെ N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ABB 3 ഒബ്ജക്ട്സ് ആണ് ഉള്ളത്, എലൈക്ക് ഐറ്റംസ് ഉൾപ്പെടെ 3 ഒബ്ജക്ട്സ് ആണുള്ളത്, അതാണ് N. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലൈക്ക് ഒബ്ജക്ട്സ് ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ്.
ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഒരു ഐറ്റം എ ആണ്, അതിലൊറ്റ ഐറ്റം അല്ലേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ എത്ര ഐറ്റംസ് ഉണ്ട്? ഒന്നേ ഉള്ളൂ. എന്നാൽ ബി എന്ന് പറയുന്നതിൽ 2 ഐറ്റം ഉണ്ട്, അതാ N2 എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എലൈക്ക് ഒബ്ജക്ട്സ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ്. അതുപോലെ വേറെയും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഇൻ തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ nth ഗ്രൂപ്പിൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, അതാണ് NN എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എലൈക്ക് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ എലൈക്ക് ഒബ്ജക്ട്സ് എത്രയൊക്കെ ഐറ്റംസ്, എത്ര എലൈക്ക് ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വ്യക്തത വരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഹൗ മെനി വേസ് ദി വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബി അറേഞ്ച്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? നമ്പർ ഓഫ് വേസ്, അതായത് നമ്പർ ഓഫ് പെർമുട്ടേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി, എന്നിട്ട് അത് വേറെ അറേഞ്ച്മെൻ്റ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അത് വേറൊരു വേർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാം, ഇവിടെയുള്ള എസ് ഞാൻ ഇവിടെ മാറ്റി എഴുതി, ഇവിടെയുള്ള എസ് ഞാൻ ഇപ്പുറത്തും എഴുതിയതാണ്, അതുകൊണ്ട് അത് വേറൊരു വേർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, അത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് ഒഴിവാക്കി കളയണം. അതിനാണ് പുതിയ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹിയർ ദർ ആർ സം ഐറ്റംസ് വിച്ച് ആർ എലൈക്ക്. അപ്പോൾ നോക്കൂ, നമ്മൾ മൊത്തം ലെറ്റേഴ്സ് 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ ഒരേപോലെയുള്ള നോക്കൂ, എസ് വരുന്നുണ്ട്. എസ് എത്രയുണ്ട്? 1 2 3. എസ് 3 ആണ്. ടിയോ 1 2 3 ടി വരുന്നു. എയോ 1 എ 1 ആണ് വരുന്നത്. ഐ 1 2 2 വരുന്നു. സി 1 വരുന്നു. ഓക്കെ, അങ്ങനെ മൊത്തം ടോട്ടൽ ചെയ്തപ്പോൾ 10 തന്നെ കിട്ടി. അപ്പോൾ NPR ഈസ് ഈക്വൽ ടു ഫോർമുല എന്താ? എലൈക്ക് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്താ ഫോർമുല? N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു N2 ഫാക്ടോറിയൽ ഇൻറ്റു N3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര അങ്ങനെ പോകുന്നു. അപ്പോൾ നോക്കൂ, N ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് 10 ആണ്. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ലെറ്ററും എസ് എത്രയുണ്ട്? 3 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇത് 3 ഫാക്ടോറിയൽ ഇൻറ്റു ടിയോ 3 ഫാക്ടോറിയൽ ഇൻറ്റു എ 1 ആണ്, 1 ഫാക്ടോറിയൽ ഇൻറ്റു ഐ 2 ആണ്, 2 ഫാക്ടോറിയൽ ഇൻറ്റു സി ഒരു തവണയും വരുന്നുള്ളൂ, 1 ഫാക്ടോറിയൽ. ഇതാണ് ഫോർമുല. അപ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, വീണ്ടും 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1, പിന്നെ 1 ഫാക്ടോറിയൽ 1, പിന്നെ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1, 1 ഫാക്ടോറിയൽ 1. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇത് ഇവിടെ ഇതെല്ലാം 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ളത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 3 ഇൻറ്റു 6 എന്നുള്ള ഇതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവസാനം വരുന്ന 50,400 ബേസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡിൽ നിന്ന് 50,400 പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എലൈക്ക് ഒബ്ജക്ട്സ് ഉണ്ട്, എസ് എസ് എസ്. ഓക്കെ, 3 എസ് ഉണ്ടല്ലോ. ഈ ഓർക്കുക, 3 എസ് ഉള്ളത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതേ വേർഡ് തന്നെ 3 തവണ എഴുതിയിട്ട് നമ്മൾ പറയുകയാണ് ഈ എസ് ഇവിടെയുള്ളതാണ്, ഇവിടെയുള്ള എസ് ഇവിടെ എഴുതി, അതുപോലെ ഈ എസ് ഞാൻ ഇവിടെ എഴുതി, ഇവിടെയുള്ള എസ് ഇങ്ങോട്ട് എഴുതിയ, എന്നിട്ട് 3 തവണ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എഴുതിയിട്ട് അത് 3 വേർഡാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒഴിവാക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ പുതിയ ഫോർമുല. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഫോർമുലയാണ് ഇത്. NPR ഈക്വൽ ടു എലൈക്ക് ഒബ്ജക്ട്സ് വരുന്ന സമയത്ത് ഫോർമുല ഓർക്ക് NPR ഈക്വൽ ടു N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N1 ഫാക്ടോറിയൽ ഇൻറ്റു N2 ഫാക്ടോറിയൽ ഇൻറ്റു N3 ഫാക്ടോറിയൽ എക്സെട്ര. ക്ലിയർ? ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് മാനേജ്മെൻറ്റ്. എലൈക്ക് ഒബ്ജക്ട്സ് വരുന്നുണ്ട്. എം നോക്കൂ, 2 സ്ഥലത്ത് വരുന്നു.
n 2 സ്ഥലത്ത് വരുന്നു, e റിപ്പീറ്റ് ചെയ്യുന്നു വരുന്നുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. m 2 ടൈംസ്, a 2 ടൈംസ്, n 2 ടൈംസ്, g ഒരു തവണ, e 2 ടൈംസ്, t ഒറ്റ തവണ. അങ്ങനെ ടോട്ടൽ 10 ആണ് വരുന്നത്. നോക്കൂ, 10ൽ 1 2 3 4 5 6 7 8 9 10 ആണ്. ഓക്കെ, NPR ഈക്വൽ ടു മാനേജ്മെൻറ്റിലുള്ള എല്ലാ വേർഡ്സും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഒരേ വേർഡ്സ് മാറി മാറി ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ. ഇവിടെ n 10 ആണ്, n1 എന്ന് പറഞ്ഞാൽ 2 ആണ്, n2 2 ആണ്, n3 2 ആണ്, n4 1 ആണ്, n5 2 ആണ്, n6 1 ആണ്. അപ്പോൾ 2 factorial into 2 factorial into 2 factorial into 1 factorial into 2 factorial into 1. Okay, simplify that 2,26,800 base മാനേജ്മെൻറ്റ് എന്ന വേർഡിൽ നിന്ന് നമുക്ക് 2,26,800 പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് പെർമുട്ടേഷൻ എന്ന ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. കോമ്പിനേഷൻ മീൻസ് സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ഓർഡർ. ഓർഡർ കൺസിഡർ ചെയ്യാതെ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൗണ്ടിങ് ടെക്നിക്കാണ് കോമ്പിനേഷൻ. ദി നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പെർമുട്ടേഷൻ ടു ബി മെയ്ഡ് ഫ്രം ദി സെയിം ഗ്രൂപ്പ്. നോക്കൂ, ഫോർ എക്സാമ്പിൾ, ദി നമ്പർ ഓഫ് പെർമുട്ടേഷൻ ക്യാൻ ബി മെയ്ഡ് ഫ്രം എ സെറ്റ് ഓഫ് ഐറ്റംസ് എ ബി സി ഈസ് ഈക്വൽ ടു 6 ആണ് എന്ന് നമ്മൾ കണ്ടു. എ ബി സി 3 ഒബ്ജക്ട്സിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന പെർമുട്ടേഷൻ, വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന നമ്പർ 6 ആണ്. അത് ഏതൊക്കെയായിരുന്നു? എ ബി സി, എ സി ബി, ബി സി എ, ബി എ സി, സി ബി എ, സി എ ബി. ഈ 6 അറേഞ്ച്മെൻറ്റിൽ കൂടുതലായിട്ട് ഒരു അറേഞ്ച്മെൻറ്റും നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ എ ബി സിയിൽ നിന്ന് 6 വ്യത്യസ്ത അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് നടത്താം. പക്ഷേ ബട്ട് ദി നമ്പർ ഓഫ് കോമ്പിനേഷൻ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എ സെറ്റ് ഓഫ് ഐറ്റംസ് എ ബി സി ഈക്വൽ ടു 1. ഓക്കെ, അതാണ് പ്രത്യേകത. നമ്പർ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എ ബി സി എന്നീ 3 എലിമെൻറ്റ്സ്, 3 ഒബ്ജക്ട്സ്, ആ ഒബ്ജക്ട്സിൽ നിന്ന് ഇവ 3 ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാം? ഒറ്റ ഗ്രൂപ്പേ ഉണ്ടാക്കുകയുള്ളൂ. ഒരു കമ്മിറ്റി, എ ബി സി 3 ആളാണുള്ളത്, 3 ആളും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. എത്ര കമ്മിറ്റി ഉണ്ടാക്കാം? എ ബി സി 3 ഉൾക്കൊള്ളുന്ന ഒരൊറ്റ കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ സെലക്ഷന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ അവരുടെ ഓർഡറിന് യാതൊരു പ്രാധാന്യവും, എ ബി സി, എ സി ബി എന്നീ ഓർഡറിന് പ്രാധാന്യമില്ല. 3 വ്യക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 3 വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒറ്റ ഗ്രൂപ്പേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 6 വ്യത്യസ്ത അറേഞ്ച്മെൻറ്റ് നമുക്ക് അവരെ കൊണ്ട് നടത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കോമ്പിനേഷനും പെർമുട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പെർമുട്ടേഷൻ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സെലക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദി നമ്പർ ഓഫ് കോമ്പിനേഷൻ സെലക്ഷൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ദി ഫോർമുല. നോക്കൂ, NCR, NPRന് പകരം NCR. ഇവിടെ സി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ, നമ്പർ ഓഫ് കോമ്പിനേഷൻ, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, ആർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഓഫ് ഒബ്ജക്ട്സിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എത്ര പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത്, അതാണ് ആർ. ഫോർമുല നോക്കൂ, NPRൻ്റെ അതേ ഫോർമുല തന്നെ, ചെറിയ മാറ്റം. എന്തായിരുന്നു? NPR വന്നിരുന്ന NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയലാണ്. എന്നാൽ NCR ആകുന്ന സമയത്ത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഈ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്നുള്ളത് കൂടെ കൂടുതലായിട്ട് വരുന്നു കോമ്പിനേഷൻ ആകുന്ന സമയത്ത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. സി കോമ്പിനേഷൻ. ആർ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ അറ്റ് എ ടൈം ഫോർ സെലക്ഷൻ. ആ ഗ്രൂപ്പിലേക്ക് ഒരു സമയം എത്ര പേരെ എടുക്കുന്നു മൊത്തമുള്ള ഒബ്ജക്ട്സിൽ നിന്ന്. ഇത് ഫാക്ടോറിയൽ നൊട്ടേഷനാണ്. അപ്പോൾ NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. NPR എന്തായിരുന്നു? NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ മാത്രം. ഓക്കെ, യെസ്, നമുക്കത് മനസ്സിലാവുന്ന 2 ക്വസ്റ്റ്യൻസ് നോക്കാം. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 10 മാംഗോസ്
In how many ways 4 mangoes can be selected? 10 മാംഗോ ആണ് ബാസ്ക്കറ്റിലുള്ളത്. 10-ന് മുകളിൽ ഒരു നമ്പർ ഇട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ 4 മാംഗോ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ 4 മാംഗോ ഏതൊക്കെ വ്യത്യസ്ത രീതിയിലാവും എന്ന് പറഞ്ഞാൽ 210 വ്യത്യസ്ത രീതിയിൽ നമുക്ക് 4 ഓറഞ്ച് മാംഗോസ് സെലക്ട് ചെയ്യാം. ഫോർമുല NCR equal to n factorial divided by n minus r factorial into r factorial. Here n equal to 10 and r equal to 4. NCR means 10C4. 10C4 equal to 10 factorial divided by 10 minus 4 factorial into 4 factorial. Simplify ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 210 ways കിട്ടും. Clear? മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. In how many ways can 6 balls be selected from a bag containing 10 balls? Okay, 10 balls ഉള്ള ഒരു ബാഗിൽ നിന്ന് 6 balls നമ്പർ ഇട്ടിരിക്കുക. 6 balls. ആ 6 balls എങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാം, സെലക്ട് ചെയ്യാം. 210 വ്യത്യസ്ത രീതിയിൽ നമുക്ക് സെലക്ഷൻ നടത്താം. NCR equal to 10C, 6 equal to 10 into 3 into 7 equal to 210 ways. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 10C6 കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് 10C6 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 10C4-ന് ഇവിടെ 6 കഴിച്ച് 10-ൽ 6 കഴിച്ച് ബാക്കി 4 ഉണ്ടാവുക. ആ 4 വെച്ച് 10C4-നും തുല്യമായിരിക്കും. 10C4 കണ്ടുപിടിച്ചാലും 10C6 കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും എന്നുള്ള ആ കോമ്പിനേഷൻ ലോ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇൻ ഹൗ മെനി വേസ് 1 person can be selected from a group of 10 person? 10 ആളുകളുണ്ട്, ഒരാളെ മാത്രം സെലക്ട് ചെയ്യണം. നമുക്കറിയാം 10 വ്യത്യസ്ത ആൾക്കാരുടെ 10 സെപ്പറേറ്റ് സെലക്ഷൻസ് നടത്താം. 10C1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. 10C1 മൊത്തമുള്ളത് 10, ഒരാളെ സെലക്ട് ചെയ്യുന്നു. 10C1 ഒരാളുടെ കോമ്പിനേഷൻ, ഒരാളുടെ ഗ്രൂപ്പ്. 10 factorial divided by 10 minus 1 into 1 factorial. 10 factorial divided by 9 factorial 10. ഓക്കെ, അപ്പോൾ നോട്ട് 10C1 എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും 10 ആയിരിക്കും. അതായത് ഇവിടെ R എന്ന് പറയുന്നത് 1 ആകുന്നത്. 10NCR എന്ന് പറയുന്നതിൽ ഇവിടെ R 1 ആണല്ലോ. R 1 ആണെങ്കിൽ 10C1 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 10 തന്നെയായിരിക്കും. അതായത് ഇവിടെയുള്ള n തന്നെയായിരിക്കും. R 1 ആണെങ്കിൽ ആ കോമ്പിനേഷൻ എക്സ്പ്രഷൻ്റെ റിസൾട്ട് n തന്നെയായിരിക്കും. 10C1 ഈക്വൽ ടു 10. അതുപോലെ 5C1 ഈക്വൽ ടു 5. ഇവിടെ R 1 ആണ്, അപ്പോൾ ആൻസർ വരിക 5. 7C1 ഈക്വൽ ടു 7. R ഇവിടെ 1 ആണ് എങ്കിൽ ഇവിടെയുള്ള n ആയിരിക്കും ആ കോമ്പിനേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഹൗ മെനി വേസ് 10 റെഡ് ബോൾസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 10 റെഡ് ബോൾസ്? അപ്പോൾ 10 റെഡ് ബോളുണ്ട്. 10 റെഡ് ബോളും ഒരേ സമയം നമ്മളെടുത്ത് എത്ര വ്യത്യസ്ത രീതിയിൽ നമുക്കതിനെ കമ്പൈൻ ചെയ്യാം, ഗ്രൂപ്പാക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പേ ആക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 10C10 എന്നർത്ഥം. 10 factorial divided by 10 minus 10 factorial into 10 factorial. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഒറ്റ രീതിയിൽ. അപ്പോൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട റൂള്, കോമ്പിനേഷൻ ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റൂള്, 7C1 ഈക്വൽ ടു 1, 10C1 10 ഈക്വൽ ടു 1, അതുപോലെ 5C5 ഈക്വൽ ടു 1. അപ്പോൾ n-ഉം r-ഉം സെയിം ആകുമ്പോൾ ആ കോമ്പിനേഷൻ എക്സ്പ്രഷൻ്റെ റിസൾട്ട് 1 ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട റൂള് നമ്മളിവിടെ മനസ്സിലാക്കി. 10C4 എന്ന് പറഞ്ഞാലും 10C6 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതുപോലെ 10C3-യും 10C7-ഉം സെയിം ആയിരിക്കും. 10C9-ഉം 10C1-ഉം സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അതേപോലെ 10C1 ഇവിടെ R 1 ആകുന്ന സമയത്ത് ആൻസർ എല്ലായ്പ്പോഴും n തന്നെയായിരിക്കും. മറ്റൊന്ന് n-ഉം r-ഉം സെയിം ആകുന്ന സമയത്ത് ആ കോമ്പിനേഷൻ എക്സ്പ്രഷൻ്റെ റിസൾട്ട് 1 ആയിരിക്കും. ഇവിടെ 100C100 എന്ന് പറഞ്ഞ ആൻസർ 1 ആയിരിക്കും. 9C9 എന്ന് പറഞ്ഞ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ക്യാൻ ബി ചോസൺ ഔട്ട് ഓഫ് 20 ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ടു റെപ്രസെൻറ്റ് എ കോളേജ് ഇൻ എൻ essay കോണ്ടെക്സ്റ്റ്? അപ്പോൾ 5 സ്റ്റുഡൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 20 സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്.
ഒരു എസ്സേ കോമ്പറ്റീഷന് വേണ്ടി ഈ ക്വാളിഫൈ ചെയ്തിട്ടുള്ള 20 ആൾക്കാരിൽ നിന്ന് 5 സ്റ്റുഡൻസിനെ നമുക്ക് സെലക്ട് ചെയ്യണം. എങ്ങനെ, ഏതൊക്കെ രീതിയിൽ, വ്യത്യസ്ത രീതിയിൽ നമുക്ക് സെലക്ഷൻ നടത്താൻ സാധിക്കും? വ്യത്യസ്ത 5 സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ്, എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും? NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഹിയർ n ഈക്വൽ ടു 20 ആൻഡ് r ഈക്വൽ ടു 5. So 20C5 equal to 20 factorial divided by 20 minus 5 factorial into 5 factorial. Simplify ചെയ്താൽ 15,504. ഈ 15,504 വ്യത്യസ്ത ഗ്രൂപ്പിംഗ് നമുക്ക് നടത്താൻ സാധിക്കും. ഈ 20 ആൾക്കാരിൽ നിന്ന് 5 പേരെ വെച്ച് 15,504 ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ കോമ്പിനേഷൻ എന്താണ് എന്നും കൃത്യമായി മനസ്സിലായി, പെർമുട്ടേഷനും മനസ്സിലായി. പെർമുട്ടേഷൻ മീൻസ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിൽ കോമ്പിനേഷൻ മീൻസ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, നമ്പർ ഓഫ് സെലക്ഷൻ. ഓക്കെ, ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് പോർഷൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.